നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് പ്രവർത്തകരെക്കാളും വലിയ ഭൂരിപക്ഷമാണ് DCC അധ്യക്ഷനായ VS ജോയിക്ക് പറയാനുള്ളത്. PV അൻവറിൻ്റെ വാദം ഒരുമാതിരി ജാലിയൻ കണാരൻ്റെ തള്ളിനോട് കൂട്ടിവായിക്കാൻ കേരളം തുടങ്ങിയെങ്കിലും തങ്ങളെ തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വോട്ടെടുപ്പിന് ശേഷം UDFും LDFും ഉള്ളത്. എന്നാൽ ഒരു കാര്യം മറക്കണ്ട, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാത്രമല്ല, ഭൂരിപക്ഷം പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ്. കാരണം ഇനി നടക്കാനുള്ളതിൻ്റെ സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നത്. അത്യന്തം ആവേശകരമായ പ്രചരണത്തിനൊടുവിലും പോളിംഗ് ശതമാനം 2021 76% എത്തിയിട്ടില്ല. എങ്കിലും ശതമാനം 75 കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഇത് 3ാം തവണയാണ് നിലമ്പൂർ ബൂത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഒരു മടുപ്പ് വോട്ടർമാരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ്. കാരണം നേരിയ വ്യത്യാസം വരുത്തിയത് കോരിച്ചൊരിയുന്ന മഴയാണെന്ന് വളരെ വ്യക്തം. ജയപരാജയങ്ങളെ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ ബാധിക്കുമെന്ന ഒരു വിശദീകരണവും ഇപ്പോൾ വന്നിട്ടില്ല. നേരിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാമെന്ന കണക്കാണ് CPMൻ്റെ മുന്നിൽ ഒടുവിൽ ഉള്ളത്. ഇത് താഴെത്തട്ടിൽ റിപ്പോർട്ടായതുകൊണ്ട് CPMന് തന്നെ വിശ്വാസമില്ല. കാരണം പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ ഈയിടെയായി നേതൃത്വത്തിന് വിശ്വാസം പോരാ. വെറുതെ വട്ടിക്കണക്ക് നൽകുന്നു എന്നുള്ളൊരു പരാതി നേതൃത്വത്തിന് തന്നെ ഉണ്ട്. സുഖിപ്പിക്കാനുള്ളൊരു കണക്കായിട്ടാണ് അടുത്തിടെയെല്ലാം ഇതിനെ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ പൂർണ്ണമായും ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷം മാത്രമാണ് UDF കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതിനി തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കും എന്നുറപ്പാണ്. അതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ച മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഉത്തരമാണ്: 20,000+ എന്നാണ് ഭൂരിപക്ഷം. നിലവിൽ 2700 വോട്ടിന് ജയിച്ചിരിക്കുന്ന LDF മുന്നണി അതും നഷ്ടപ്പെട്ട് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു അട്ടിമറി തന്നെയാണ്. അതായത് CPM വോട്ടുകൾ അൻവർ പിടിക്കുന്നതോടുകൂടിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള CPM കേന്ദ്രങ്ങൾ ഛിന്ന ഭിന്നമായി മാറുന്നത് എന്ന് VS ജോയി പ്രധാന ഘടകമായി മാറുവാൻ പോകുന്നു എന്നുമുള്ളതാണ് വിലയിരുത്തൽ. അദ്ദേഹം കേരളത്തിൻ്റെ കോൺഗ്രസിൽ തന്നെ ഒരു വിജയശില്പിയുടെ പരിവേഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കൃത്യതയാർന്ന സംസാരവും പക്വതയോടെയുള്ള പ്രവർത്തനവും VS ജോയിയെ ഒരു കരുത്തനായ നേതാവാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 20,000+ എന്നുള്ളത്. അതിശക്തമായ വികാരവും കോൺഗ്രസ് UDF ഏതൊക്കെ കോണുകളിൽ നിന്നൊക്കെ വോട്ടുകൾ വരുമെന്നറിയാത്തൊരവസ്ഥയിലാണ് നിലമ്പൂരിലെ നേതൃത്വം തന്നെ ഉള്ളത്. ശക്തമായ ഭരണവിരുദ്ധ വികാരവും അതിനോടൊപ്പം ചരിത്രത്തിൽ കാണാത്ത തരത്തിലുണ്ടായ കോൺഗ്രസിലെ ഐക്യവുമാണ്, അല്ലെങ്കിൽ UDFിലെ ഐക്യവുമാണ് നിലമ്പൂരിനെ വീണ്ടും UDFിൻ്റെ ഭൂമിയാക്കി മാറ്റാൻ പോകുന്നത്. അതിന് കാരണക്കാരൻ VS ജോയി എന്ന കാര്യത്തിൽ തർക്കമില്ല. ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായ ജോയി നിലമ്പൂരിൽ തമ്പടിച്ച് നടത്തിയ പ്രവർത്തനം പ്രവർത്തകർക്ക് വലിയ ആവേശമായി. ജോയി തന്നെ ഷൗക്കത്തിനെ തോൽപ്പിക്കുമെന്ന് ഇന്നലെ വരെ പറഞ്ഞ ചില മാധ്യമങ്ങളെ നമ്മൾ കണ്ടു. എന്നാൽ അങ്ങനെയൊരു കെട്ടുകഥ ഉണ്ടാക്കിയവരോട് തന്നെ VS ജോയി തൻ്റെ ഇടത്തോടെ പറയുകയാണ്: എല്ലാവരും എഴുതി വച്ചോളൂ, 20,000+ വോട്ടുകളായിരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള വാക്കുകൾ. അത് മലപ്പുറം കോൺഗ്രസിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്.